It is my duty as leader of the opposition to bring to your notice that there is a significant risk in the Indian stock market because the institution that governs the stock market is compromised. Now I'm going to explain to you exactly how and why it is compromised. രാഹുലിനെതിരെ കങ്കണ, മോദിക്കെതിരെ രാഹുൽ, രാഹുലിനെ വീഴ്ത്താൻ ഇഡി. അമ്പോ, പൊടി പൂരം തന്നെയല്ലേ നടക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയതുപോലെ രാജ്യം മറ്റൊരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് മോദി, അമിത്ഷാ, മോഹൻ ഭഗവത്, അജിത് ഡോവാൾ, അദാനി, അംബാനി എന്നിവരാണ്. 21ാം നൂറ്റാണ്ടിൽ താമരയുടെ രൂപത്തിൽ മറ്റൊരു ചക്രവ്യൂഹം നിർമ്മിച്ചിട്ടുണ്ട്. ഈ ചക്രവ്യൂഹത്തിന് CBI, ED, ID എന്നിങ്ങനെ 3 ശക്തികളുണ്ട്. ലോക്സഭയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ രത്നച്ചുരുക്കമാണിത്. തീർന്നില്ല, എന്തോ മുന്നിൽ കണ്ട പറഞ്ഞ പോലെ തൊട്ടടുത്ത ദിവസം രാഹുൽ ഗാന്ധി മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി. തന്റെ ചക്രവ്യൂഹ പ്രസംഗത്തെ തുടർന്ന് ED തനിക്കെതിരെ റെയ്ഡിനൊരുങ്ങുകയാണെന്ന്. ചായയും ബിസ്ക്കറ്റുമായി അവരെ താൻ കാത്തിരിക്കുകയാണെന്ന് രാഹുൽ പിന്നീട് പറഞ്ഞു. രാഹുലിന്റെ വാക്കുകളെ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹോൾ പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 751 കോടി രൂപയുടെ സ്വത്തുക്കൾ ED ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരുന്നു. 2022 ഈ കേസുമായി ബന്ധപ്പെട്ട് 4 തവണയായി ഏകദേശം 40 മണിക്കൂറോളം ED രാഹുലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. എന്നാൽ കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാൽ ഒരു തവണ കൂടി രാഹുലിനെ ചോദ്യം ചെയ്യണമെന്നാണ് ED അധികൃതർ പറയുന്നത്. അതോടെ രാഹുലിനെ ഭയന്നാണ് മോദി വീണ്ടും EDയെ കളത്തിലിറക്കുന്നതെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ കൊഴുക്കുന്നുണ്ട്. മിണ്ടാതിരിക്കാനല്ല പ്രതിപക്ഷം എന്ന് തെളിയിക്കുന്ന തരത്തിലെ രാഹുലിന്റെ ഓരോ ഇടപെടലുകളും ഇപ്പോൾ BJPയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുള്ള കാര്യവും വ്യക്തമാണ്. വാ തുറന്ന ഉടൻ എയറിലാകുന്ന BJPയുടെ സ്വന്തം അനിയത്തിപ്രാവ് വീണ്ടും വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നടിയും MP-യുമായ കങ്കണ റാവത്ത്. ഇത്തവണ കുറുക്കിക്കൊള്ളുന്നത് പോലെ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് കങ്കണയുടെ വിവാദ പരാമർശം. രാഹുൽ ഗാന്ധി ഏറ്റവും അപകടകാരിയാണെന്ന് കങ്കണയുടെ അഭിപ്രായം ഇങ്ങനെയാണ്: രാജ്യത്തെയും അതിന്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തുകയാണെന്നും എക്സിലെ പോസ്റ്റിൽ കങ്കണ ആരോപിക്കുന്നുണ്ട്. പുതിയ ഹിഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടും സെബി ചെയർപേഴ്സൺ മേധാവിക്കെതിരായ ആരോപണങ്ങളും സംബന്ധിച്ച് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി അഭിപ്രായം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിനെ വിമർശിച്ചിട്ടുള്ള കങ്കണയുടെ പോസ്റ്റ്. സെബിയുടെ തലവൻ മാധവി ബുച്ചുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് ബുച്ച് ഇതുവരെ രാജിവെക്കാത്തതെന്നും സർക്കാർ മറുപടി നൽകണമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു. മോദിക്കെതിരായ ഈ റിപ്പോർട്ട് ചർച്ചയാകുമ്പോഴാണ് രാഹുലിനെതിരെ പരാമർശവുമായി കങ്കണ രംഗത്തെത്തിയതും എയറിൽ കയറിയതും.